ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ബോഡി കെയർ റുട്ടീനാണ്. ആക്ച്വലി എന്റെ ബോഡി കെയർ റുട്ടീൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ ആണ്. പക്ഷെ ഞാൻ കുറെ അധികം പ്രോഡക്റ്റുകൾ മാറ്റിയിട്ടുണ്ട്. കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രം എനിക്ക് ഭയങ്കര നെസസറി ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പം എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഒരു നല്ല ബോഡി ലോഷനും ബോഡി സൺസ്ക്രീനും ആണെന്ന് തോന്നുന്നു. എനിക്ക് ഏറ്റവും നെസസറി ആയിട്ടൊരു ബോഡി കെയർ എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല കുറച്ച് ബോഡി ലോഷനും ബോഡി സൺസ്ക്രീൻ. ഇത് രണ്ടുമാണ് ഇപ്പൊ കറന്റ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി ലോഷനും ബോഡി സൺസ്ക്രീനും. ഇത് വിഷ് കെയറിന്റെ ബോഡി സൺസ്ക്രീനും ബോഡി ലോഷനുമാണ്. ഞാൻ മിക്ക എല്ലാ വീഡിയോസിലും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അത്രയും നല്ല ബോഡി ലോഷനും ബോഡി സൺസ്ക്രീനും ആണ്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ബോഡി കെയർ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു ബോട്ടിൽ തീർന്നു അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസം യൂസ് ചെയ്തു ഒന്നും പറഞ്ഞിട്ട് യാതൊരു മാറ്റവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോണില്ല. നിങ്ങൾക്കൊരു ബോട്ടിലിൽ കാര്യമില്ല. നിങ്ങൾക്ക് അത് മിനിമം ഒരു 3 to 4 months മിനിമം കൺസിസ്റ്റന്റ് ആയിട്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതിയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു ഫെയർ റിസൾട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം കിട്ടുള്ളൂ. അത്രയും ടൈം പീരീഡ് എടുക്കും ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതുപോലെ ഒരു ഹെയർ കെയർ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത്രയും ടൈം എടുക്കും. ഒരു ഇൻസ്റ്റന്റ് സിറം പോലത്തെ അങ്ങനത്തെ ഒന്നും അല്ല. ഒരു നല്ല ഹെയർ കെയർ പ്രോഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ അത്രയും സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ബോഡി കെയർ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെക്കൻഡ് ഫേവറേറ്റ് ബോഡി ലോഷൻ എന്ന് പറയുന്ന രണ്ടെണ്ണം ഈ ഒരു രണ്ടെണ്ണമായിരിക്കും. ഇത് വാസ്ലിന്റെ കൊക്കോ ഗ്ലോ 48 hour ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസർ ആണ്. കൊക്കോ ബട്ടറിൽ എനിക്ക് ഈ മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതെന്ന് പറയുമ്പോൾ നല്ലൊരു മണമുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ്. അത് എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള ദേഹമൊക്കെ ഉള്ളവർക്ക് ഇത് എന്തായാലും ഒരു നല്ല ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെയിറ്റ്, ഇതിനകത്ത് എന്റെ ബീൻ ബാഗ് ഫുൾ അയച്ചിട്ടുണ്ട് ഗൈസ് ആണ്. ഇത് നല്ല 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 മധുരിക്കുന്ന ഒരു മണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു മധുരമല്ല, ബട്ട് ഇഷ്ടമുള്ള ഒരു മധുരം ഉള്ളൊരു മണമാണ്. എനിക്കിത് എന്തായാലും ഇഷ്ടം. കാര്യം ഞാൻ പ്രോബബിളി നൈറ്റ് ടൈമിലായിരിക്കും ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. കാരണം നല്ല മോയ്സ്ചറൈസിങ് ആയതുകൊണ്ട് രാത്രിയായിരിക്കും ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഇതും സിമിലർ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആണ്. ഈ വാസ്ലിന്റെ പോലത്തെ ആണ് നിവ്യ കൊക്കോ നറിഷ് 48 hour മോയ്സ്ചറൈസർ. ഇതൊരു ഗെയിം ചേഞ്ചർ ഐറ്റം ആണ്. ഇത് നമുക്ക് രാവിലെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നിൽക്കുന്ന ഒരു സാധനം. പക്ഷെ മറ്റേതിൻ്റെ അത്ര തിക്കല്ല, ഇത്തിരിയുടെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത്തിരി സൂപ്പർ ആയിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. മറ്റേതിൻ്റെ അത്ര സ്ട്രോങ് ആയിട്ടൊരു ഫ്രേഗ്രൻസും ഇല്ല. ചെറിയൊരു ചോക്ലേറ്റ്, ഒരു ടോഫി മിഠായി. പക്ഷെ ഈ സാധനം തീർന്നു കഴിച്ചു. ഞാൻ ഇനിയും റീസ്റ്റോക്ക് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. മിക്കെല്ലാം തീർന്നു. ഒരിത്തിരി ഉണ്ടായിരുന്നു, എന്നാലും മറ്റേൻ്റെ അത്ര കട്ടിയും കാര്യങ്ങളൊന്നുമില്ല. ചൂടെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒരു മൈൽഡ് സ്മെല്ലും ആണ്. അപ്പം ഒരുപാട് അങ്ങ് മണവും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്നൊരു ബോഡി ലോഷനാണ്. എനിക്ക് അത്യാവശ്യം, ഞാൻ അധികം അങ്ങനെ ബോഡി ലോഷൻ ഒന്നും പണ്ട് യൂസ് ചെയ്തില്ലായിരുന്നു. എനിക്ക് എന്താ പറയാ, എനിക്ക് ഇതിനെ കുറച്ച് ബോഡി കെയർ വലുതായിട്ട് ശ്രദ്ധിക്കും. ഞാൻ ഇപ്പം മുഖത്ത് പിന്നെയും സ്കിൻ കെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിലും ബോഡി കെയർ ഞാനൊരു റീസെന്റ് ആയിട്ടൊരു വിത്തിൻ ഒരു 1 year ആയിരിക്കും ഞാൻ ബോഡി കെയർ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിന് മുന്നേ വരെ ഞാൻ അങ്ങനെ വലിയ ബോഡി കെയർ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇനി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബോഡി സ്ക്രബ് ഉള്ള നന്നായിരിക്കും. ഈ ഒരു ബോഡി സ്ക്രബ് ബോഡി വൈസിന് ഈ ഒരു 10% HA ബോഡി സ്ക്രബ്, ഈ ഒരു ബോഡി സ്ക്രബ് ഭയങ്കര നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേഹത്ത് ഭയങ്കര പാടുകളോ ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീക്ക്ലി വൺസ് ഇതുപോലത്തെ ഒരു ബോഡി സ്ക്രബ് യൂസ് ചെയ്ത് നമ്മൾ തേച്ചൊരച്ച് കുളിക്കാം. അത്രേ ഉള്ളൂ. അങ്ങനെ കുളിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമായിരുന്നു. പിന്നെ ഇതിന്റെ റേറ്റ് എനിക്ക് അറിഞ്ഞൂടെ കേസ്. നിങ്ങൾ ആമസോണിൽ ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാലും മതി, അല്ലെങ്കിൽ പറ്റുന്നതിനൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുത്തേക്കാം. അത്യാവശ്യം നല്ലൊരു ബോഡി സ്ക്രബാണ്. വലിയ നെസസറി ആയിട്ടുള്ള ബോഡി കെയർ ഐറ്റങ്ങൾ നമുക്ക് വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. അത്യാവശ്യം നല്ലൊരു ബോഡി ലോഷൻ, ഒരു ബോഡി സൺസ്ക്രീൻ വേണമെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ബോഡി സ്ക്രബ് ഭയങ്കര നന്നായിരിക്കും. ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ബോഡി സ്ക്രബേ ഉള്ളൂ. പിന്നെ സോപ്പിട്ട് കുളിച്ചാലും മതി, ഒരു പ്രശ്നമില്ല. പക്ഷെ
എനിക്ക് ഇച്ചിരി എക്സ്ട്രാ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ബോഡി ലോഷനും വേറെ ബോഡി ഷവർ ജെൽസും എല്ലാം യൂസ് ചെയ്യണം. ചെറിയ പ്രാന്തുണ്ടല്ലോ അതുകൊണ്ട് തന്നെ. അപ്പൊ പക്ഷേ അതുകൊണ്ട് ഗുണങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ബോഡി ആക്നെ, അതുപോലെ എന്താ പറയുക, നല്ല മണമുണ്ട്, അങ്ങനത്തെ ഉള്ള കുറെ ഗുണങ്ങളുണ്ട്. പക്ഷെ ഭയങ്കര നെസസറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ബോഡി ലോഷനും എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വലിയതായിട്ടുള്ള മണത്തിന്റെ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ നല്ലൊരു ബോഡി സ്ക്രബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ഷവർ ജെല്ലിന്റെ ആ ഒരു ബെനിഫിറ്റ്സ് കിട്ടും. എന്നാലും എനിക്ക് കാണിക്കാൻ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ. ഇത് ഡീകൺസ്ട്രക്ടിന്റെ സാലിസിലിക് ആസിഡ് ബോഡി വാഷ് എന്ന് വെച്ചാൽ ദേഹത്ത് പാടൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ബോഡി വാഷ് നല്ലതായിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോഡി വാഷ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്. ഞാൻ ആദ്യമായിട്ടൊരു സാലിസിലിക് ആസിഡ് ഉള്ള ബോഡി വാഷ് യൂസ് ചെയ്ത ബോഡി വാഷിനായിരുന്നു. ഇതും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത്ര ഞാൻ നിർബന്ധിക്കില്ല ഇങ്ങനത്തെ ഒരു ബോഡി ലോഷൻ ഉപയോഗിക്കണമെന്ന്. പക്ഷേ ഉപയോഗിച്ചാൽ നന്നായിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് നന്നായിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലും എല്ലാത്തിനകത്തും ഇട്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇത് യാർഡ്ലിയുടെ മോർണിംഗ് ഡ്യൂ ഷവർ ജെല്ലാണ്. എസ്പെഷ്യലി ഈ ഒരു ഫ്രേഗ്രൻസ് മോർണിംഗ് ഡ്യൂ എന്ന് പറഞ്ഞ ഈ ഒരു ഫ്രേഗ്രൻസ് ഞാൻ പറയാം. ഇത് എന്ന് പറയുമ്പോൾ നല്ല മണം അദ്ദേഹത്തിന്. നമ്മൾ ഒരു എന്താ പറയുക, പെർഫ്യൂം എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോറൽ ഫ്രഷ്, നമ്മൾ കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തൊരു മണം വേണ്ടേ, ആ ഒരു മണം നല്ല രീതിയിൽ ബോഡിയിൽ ഉണ്ടാവും. അങ്ങനെ പെട്ടെന്നൊന്നും പോകുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അത്രയും നല്ലൊരു മണം എനിക്ക് തോന്നിയത് ഭയങ്കരമായിട്ട്. അതുപോലെ നമുക്ക് ഒരുപാട് സാധനം വേണ്ട, നമ്മൾ വളരെ കുറച്ചെടുത്താൽ മതി, ഭയങ്കരമായിട്ട് പതയും. ഞാൻ കുറച്ച് നാളെ യൂസ് ചെയ്തിട്ട് എന്നാലും അതിന്റെ മണം വീണ്ടും എനിക്ക് ഒരു ലക്ഷറി പെർഫ്യൂമിന്റെ മണം ഉണ്ടല്ലോ, ആ ഒരു മണം. നിങ്ങൾ എന്തായാലും ഇതൊന്ന് മേടിക്കും. ഇതിന് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, 100 സംതിങ് ആയിരുന്നു ഞാൻ മേടിച്ചപ്പം. ഈ ഒരു വലിയ ബോട്ടിലിന് 225 രൂപ. എന്നാലും വെർത്താണ് ഗൈസ്. നിങ്ങൾ ഈ ഒരു സാധനം നല്ല ഒരു സാധനമാണ്. ഇത്രയുള്ള ബോഡി കെയർ ഒക്കെ ഞാൻ നിങ്ങൾക്ക് നെസസറി ആയിട്ട് പറയുള്ളൂ. എന്നാലും എന്താ പറയുക, ഇച്ചിരി എക്സ്ട്രാ ആയിട്ട് പല പിഗ്മെന്റേഷനോ ഹൈപ്പർ പിഗ്മെന്റേഷൻ, അണ്ടർ ആം കെയർ, അണ്ടർ ആം റോൾ ഓൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഞാൻ ബേസിക് ആയിട്ട് പറയുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർ ഒരു ഷിയ ബട്ടർ മേടിക്കാൻ നന്നായിട്ടുണ്ടാവും. നമുക്ക് ആമസോണിൽ ഷിയ ബട്ടർ ഉണ്ട്, എന്നിട്ട് ആഫ്രിക്കൻ ഷിയ ബട്ടർ എന്ന് പറഞ്ഞിട്ട് കാണും എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ. അതുപോലത്തുള്ള ഷിയ ബട്ടേഴ്സ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ ബോഡി ലോഷനിലോ അങ്ങനെ മിക്സ് ചെയ്തിട്ടൊന്ന് ബോഡിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും. അതുപോലെ സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും അത് ഇത്തിരി നല്ല ടൈം എടുക്കും സ്ട്രെച്ച് മാർക്സ് ഒക്കെ മാറാൻ. ചില ടൈപ്പ് സ്ട്രെച്ച് മാർക്സ് നമുക്ക് ലേസർ കൊണ്ടേ മാറ്റാൻ പറ്റത്തുള്ളൂ, ചിലത് നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്തേ മാറ്റാൻ പറ്റുള്ളൂ. ബട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്ട്രെച്ച് മാർക്സ് ഒക്കെ നമുക്ക് ഇതുപോലെ മോയ്സ്ചറൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാറ്റാൻ പറ്റും എന്ന് പറയുമ്പോൾ നിങ്ങൾ 1-2 ആഴ്ചയോ മാസങ്ങളോ കൊണ്ട് ചിലപ്പോൾ മാറ്റാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒരു വർഷം വരെയും എടുക്കാം. എന്നാലും ഒരു മോയ്സ്ചറൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ചെറിയൊരു കുറവുണ്ടായിരിക്കും, ചെറുതായിട്ടൊരു മാറ്റം വരും. അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഇതുപോലെ ഷിയ ബട്ടറും അതുപോലെ മോയ്സ്ചറൈസർ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് മോയ്സ്ചറൈസർ ചെറുതായിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താലും മതി, നല്ലൊരു മാറ്റം ഉണ്ടാകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലത്തെ പിഗ്മെന്റേഷന്റെ ആണെന്നുണ്ടെങ്കിലും അൺട്രാംസിന്റെ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാരണം എന്താ പറയുക, വീഡിയോ ലെങ്ത് ആയി കഴിഞ്ഞെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് കമന്റ് ബോക്സിൽ വന്നിട്ട്, നിങ്ങൾ എന്തിനാ വീഡിയോ ഇത്ര വലിച്ചു കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ടാണ് മാക്സിമം കുറച്ചിപ്പം വെക്കാറുള്ളത്. എന്തായാലും ആവശ്യമുള്ള പ്രോഡക്ട്സുകളൊക്കെ ഞാൻ കാണിച്ചു എന്ന് ഞാൻ കരുതുന്നു. കാരണം നെസസറി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് എലാബറേറ്റ് ആയിട്ടുള്ള റൊട്ടീനൊന്നും നമുക്ക് വേണ്ട. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ക്രബ്, ഒരു ബോഡി ലോഷൻ, ഒരു ബോഡി സൺസ്ക്രീൻ, ഇത്രയും മാത്രം മതി. ബോഡി ലോഷൻ, ബോഡി ഷവർ ജെൽ അങ്ങനെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല, സോപ്പ് ഇട്ടത് കുളിച്ചാലും വൃത്തിയാവും. അതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല. ഒരു സ്ക്രബ്, ഒരു ബോഡി ലോഷൻ, ഒരു ബോഡി സൺസ്ക്രീൻ, ഇത്രയും മാത്രം ഒരു നെസസറി ആയിട്ട് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. ബൈ.